ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് സൺഡേ ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നൊരു സ്പെഷ്യലായിട്ടെന്ന് പറയാനൊന്നുമില്ല. നമ്മൾ കുറച്ച് നാളായിട്ട് ആയല്ലോ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും വീട്ടിൽ നോക്കുമ്പോൾ നല്ല മീനൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല അയല. അപ്പോൾ ഞാൻ ഓർത്താണ് ഇന്ന് എൻ്റെ പാചകമാകാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മീനൊക്കെ വെട്ടാൻ വേണ്ടിയിരുന്നു. ചില ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല മനസ്സിന് ഭയങ്കരമായിട്ട് ജോലിയൊക്കെ ചെയ്യാനുള്ളൊരു മൂഡായിരിക്കും. ചില സമയത്ത് പണിയൊന്നും ചെയ്യാനേ തോന്നത്തില്ല. അപ്പോൾ എന്നെപ്പോലെയാണോ നിങ്ങളും? അപ്പം ഇന്നെനിക്ക് നല്ലപോലെ ജോലിയൊക്കെ ചെയ്യാൻ തോന്നി. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കറിയും മോരും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓർത്ത് മോരൊക്കെ വെക്കാൻ വേണ്ടി മോരല്ല തൈരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഇന്ന് ഞാൻ കുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വീഡിയോസെല്ലാം എനിക്ക് യൂട്യൂബിൽ ഇടുകയും ചെയ്യാം. അപ്പം എനിക്കൊരു സന്തോഷം, വീഡിയോ എനിക്ക് ഇടാൻ പറ്റുമല്ലോ, എനിക്കൊരു കണ്ടൻറ്റും ആവുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ മീൻകറി വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ മീനൊക്കെ കഴുകി റെഡിയാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയി ഈ സംഭവം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ സാധാ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എണ്ണ, കടുക്, ഉലുവ അങ്ങനെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ഉള്ളി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കാരണം ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും, ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസ് ഞാൻ അല്ലാതെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണണം. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനിതൊന്നിങ്ങനെ ജസ്റ്റ് കാണിച്ചു തരുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ ചെയ്യുന്ന ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്കിനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പം നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് സാധാരണ നമ്മളിടുന്ന പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് മസാല നന്നായിട്ട് ഞാൻ ഓൾറെഡി വെള്ളത്തിലൊക്കെ ഇതാക്കിയിട്ടാട്ടോ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കരിഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മസാലയൊക്കെ മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും, എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് അതിന് പുളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേനും എന്താ ഇട്ട് കൊടുക്കണ്ടേ, വെള്ളമൊക്കെ ഒഴിച്ചിട്ട്, നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് മീനൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ മീനൊക്കെ ഓൾമോസ്റ്റ് റെഡി ആവാറായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ വറ്റിക്കഴിഞ്ഞ് സെറ്റായി. അപ്പോൾ ഇനി നമുക്ക് ഞാൻ വെള്ളരിക്ക ഇട്ടിട്ട് മോര് ഉണ്ടാക്കണം എന്ന് ഓർത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളരിക്ക വേവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ട് അതൊക്കെ വെന്ത് അതിനുള്ള അരപ്പൊക്കെ എടുത്തിട്ട് നന്നായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് എണ്ണയിൽ വഴറ്റി അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് വെള്ളരിക്കയൊക്കെ ഇട്ട് കൊടുത്ത് തേങ്ങായും അങ്ങനെയുള്ള ഐറ്റംസ് ഇട്ട് തൈരൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ മോരും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് അടിപൊളിയാണ്. ഇനി നമ്മൾ തോരൻ അതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതിനെ കൂടുതൽ വിവരിച്ച് പറയാത്തത്. അപ്പം നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാവേ. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോര് റെഡി ആയിട്ടുണ്ട്, പിന്നെ തോരൻ. അപ്പോൾ ഞാൻ ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.